ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് എന്താ പരിപാടി എന്ന് ചിന്തിക്കേണ്ട ആവശ്യം കൂടെ ഇല്ല കേട്ടോ. നമ്മൾ നേരെ ഓണപ്പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത്തപ്പൂക്കളമൊക്കെ ഇടാനായിട്ടുണ്ടായിരുന്നു. നമുക്ക് വലിയ കാര്യമായിട്ട് ഡിസൈൻസ് ഒന്നും അറിയത്തില്ല, പക്ഷേ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള പൂക്കൾ വെച്ച് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതാക ഉയർത്തലൊക്കെ ഉണ്ടായിരുന്നു. പതാക ഉയർത്തൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവാതിരയൊക്കെ കളിക്കും കേട്ടോ. നാട്ടുകാരെല്ലാവരും കാണും. അതെല്ലാം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് തിരുവാതിരയൊക്കെ കളിക്കും. തിരുവാതിരയെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും, ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും റിലേറ്റീവ്സിനെയൊക്കെ കാണാനുണ്ടെങ്കിൽ അതെല്ലാം പോയി കണ്ട് നമ്മളെല്ലാം സെറ്റായി ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ സെറ്റായിട്ടിരിക്കും. കാരണം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഓണപ്പരിപാടിയുണ്ട്. നമ്മുടെ അവിടെ തന്നെ പോയിട്ട് നമുക്ക് ഗെയിംസൊക്കെ നടത്തും. കുറേ ഗെയിംസ് കാണും. അതായത് സൂചിയിൽ നൂല് കോർക്കൽ, അതുപോലെ തന്നെ കുപ്പി വെള്ളം നിറയ്ക്കൽ, ചാക്കിൽ കയറി ഓട്ടം, കസേര കളി, അങ്ങനെ കുറേ ഗെയിംസ് കാണും. അങ്ങനെ അതെല്ലാം സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, അങ്ങനെ കുറേ ഗെയിംസൊക്കെ കാണും. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ അറിയാത്ത ഗെയിംസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് അറിയുന്നതുണ്ടെങ്കിൽ അതും കൂടെ പറയാം. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 10:30, 11 മണിയൊക്കെ ആകും. അങ്ങനെ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.